ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളങ്ങനെ ഇന്ന് ക്രിസ്മസ് സ്പെഷ്യലായിട്ട് നമ്മൾ പോർക്കും കൂർക്കയും വെക്കാൻ വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പം അങ്കമാലിക്കാരുടെ സ്പെഷ്യലായിരുന്നു പോർക്കും കൂർക്കം എന്ന് പറയുന്നത്. അപ്പം നമുക്കങ്ങനെ പോർക്ക് നമ്മൾ കഴുകി വേവിച്ച് നമ്മൾ വിസിലൊക്കെ അടുപ്പിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളിതേ ഇപ്പോൾ ഉള്ളിയും ചുവന്നുള്ളിയും അതേപോലെ തന്നെ വെളുത്തുള്ളിയും കൂടിയിട്ട് നമ്മൾ തൊലിയൊക്കെ കളഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ കൂർക്ക മേടിക്കാൻ വേണ്ടിയിട്ട് ആൾ പോയിട്ടുള്ളൂ. അപ്പോൾ കൂർക്ക വന്നിട്ട് നമുക്ക് വെക്കണത് നോക്കാം. പിന്നെ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്തോളൂ കേട്ടോ. പിന്നെ എല്ലാവർക്കും ക്രിസ്മസ് ആശംസകൾ നേരാണ്. അപ്പം ഈ വരുന്ന വർഷം എല്ലാവർക്കും നല്ലതായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം കേട്ടോ. അപ്പോൾ 2025 കുറച്ച് സങ്കടങ്ങളും വിഷമങ്ങളൊക്കെ എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ മാറി 2026 ആകുമ്പോഴേക്കും നല്ലൊരു ദിവസം വരട്ടെ എന്ന് എല്ലാവർക്കും വേണ്ടിയിട്ട് ആശംസിക്കാം കേട്ടോ. പിന്നെ നമ്മുടെ ചെറിയൊരു ചാനലാണ്, എല്ലാ പ്രാവശ്യം പറയുന്ന പോലെ കുഞ്ഞൊരു ചാനലാണ്. അപ്പോൾ കുറച്ച് ഹോസ്പിറ്റൽ കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അങ്ങനെ വീഡിയോ ഒന്നും ഇടാൻ പറ്റില്ല. പിന്നെ നെറ്റിൻ്റെ കുറച്ച് ഇതുകൊണ്ട് നമ്മളുള്ള മൊബൈലിലെ ഡാറ്റ വെച്ചിട്ടാണ് നമ്മൾ നെറ്റൊക്കെ ഇടുന്നത്, അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ പയ്യെ നമ്മൾ വൈഫൈ കണക്ഷനും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് കൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഇച്ചിരി കൂടിയും ഇത് ഇടാൻ വേണ്ടിയിട്ട് നല്ല നല്ല വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഉള്ള വീഡിയോസൊക്കെ ചെറിയ തട്ടിക്കൂട്ടലാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തോളൂ കേട്ടോ. ഇതിലേക്ക് നമ്മൾ വേറെ അഡീഷണലായിട്ടൊന്നും ചേർക്കണില്ല. നമ്മൾ വെറുതെ അങ്ങനെ ഉപ്പേരി കാച്ചണ പോലെ കാച്ചെടുക്കണ്ട ചെയ്യട്ടോ. അപ്പോൾ അതാണ് എനിക്കിഷ്ടം. അപ്പോൾ അത് തന്നെ ഞാൻ അങ്ങനെയാണ് ചെയ്യണത്. അപ്പോൾ എല്ലാവരും ഈ മെത്തേഡാണെന്നും എനിക്കറിയില്ല. പക്ഷെ നമ്മൾ ചെയ്യുന്നത് അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ അതേ ചുവന്നുള്ളിയും അതേപോലെ തന്നെ വെളുത്തുള്ളിയും കൂടിയിട്ട് വാട്ടിയതിന് ശേഷം മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി അതേപോലെ തന്നെ ഇച്ചിരി ഗരം മസാലയും കൂടി കൂട്ടിയിട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. മൂപ്പിച്ചെടുത്തതിന് ശേഷം നമ്മൾ ആ വേവിച്ച് വെച്ചിട്ടുള്ള പോർക്കും പിന്നെ കൂർക്കയും കൂടിയിട്ട് അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി കൂട്ടിയിട്ട് നമ്മൾ തട്ടി നല്ല കറുകറുന്ന് ഇരിക്കണം. പക്ഷെ നമ്മളതങ്ങനെ അത്രയ്ക്ക് റോസ്റ്റ് ആക്കിയില്ല. അപ്പോൾ പാകത്തിന് നോക്കിയിട്ട് നമ്മൾ എടുക്കാം കേട്ടോ. അപ്പോൾ വീഡിയോസ് ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ.